പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത്. രാജ്യത്തിനകത്ത് നുഴഞ്ഞു കയറിയവർക്ക് വേണ്ടിയുള്ള വോട്ടവകാശത്തിനായി മുറവിളി കൂട്ടുന്ന രാഹുൽ ഗാന്ധി പണ്ട് ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ച അതേ വോട്ട് ബാങ്ക് പ്രീണനമാണ് രാഹുൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് രൂക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നും രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനോ ബ്രിട്ടീഷ് പൗരനാണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ് നുഴഞ്ഞു കയറിയവർക്ക് ഒത്താശ ചെയ്യുന്ന വോട്ട് ബാങ്ക് പ്രീണനവുമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ത്യ വിരുദ്ധത പാടുന്ന രാഹുൽ ഇപ്പോഴും ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നു. എന്നാൽ അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിരുത്തി വായിച്ചു നോക്കാൻ പോലുമുള്ള ക്ഷമ കാണിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ രാഹുൽ ഗാന്ധി കാണിക്കുന്നത് വെറും പ്രഹസനമാണ്. അമിത്ഷാ ഇന്ന് ഇതിന് ചുട്ട മറുപടിയാണ് നൽകിയതും. അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി അല്ല, ഇനി ആരെന്തു പറഞ്ഞാൽ പോലും ഇന്ത്യയിൽ ജനിക്കാത്തവർക്ക് രാജ്യത്തിനകത്ത് വോട്ടവകാശം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അമിത്ഷാ വ്യക്തമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിഷ്കരണം സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്നത് വെറും പ്രഹസനം മാത്രമാണ് എന്നതായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം രാഹുൽ ഗാന്ധി ഇപ്പോൾ തുടരുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അമിത്ഷാ ഇക്കാര്യങ്ങൾ പരാമർശിച്ചതും. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നുഴഞ്ഞുകയറ്റക്കാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണോ അല്ലെങ്കിൽ അത് ചെയ്യണോ വേണ്ടയോ എന്ന അദ്ദേഹം അവിടെ ആളുകളോട് ചോദിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ ജനിക്കാത്തവർക്ക് ഇന്ത്യൻ ഭരണഘടന വോട്ടവകാശം നൽകുന്നില്ല. രാഹുൽ ഗാന്ധി ഭരണഘടനയുമായി ചുറ്റി നടക്കുകയാണ് എന്നും, എന്നാൽ അദ്ദേഹം ആകട്ടെ ഇത് തുറന്നു വായിക്കുവാൻ പോലുമുള്ള ക്ഷമ കാണിക്കുന്നില്ല. അത് വായിക്കുക തന്നെ ചെയ്യണം. നുഴഞ്ഞുകയറ്റക്കാർ അവരുടെ വോട്ടവകാശം ആയതിനാൽ തന്നെ അവർ പ്രതിഷേധിക്കുന്നു എന്നതാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. അതേസമയം ബീഹാറിൽ ഭൂരിപക്ഷത്തോടെ NDA സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. തേജസ്വി യാദവിനോട് അദ്ദേഹം ഒന്ന് ചോദിക്കട്ടെ എന്ന് തുടങ്ങിക്കൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളരെ കാലം അധികാരത്തിലിരുന്നു. ഗുണ്ടാ സംഘങ്ങളെ സംഘടിപ്പിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, മോചനവൃത്തം ആവശ്യപ്പെടൽ എന്നിവയെല്ലാം തന്നെ മിഥിലാഞ്ചിന്റെ വികസനത്തിനായി നിങ്ങൾ എന്താണ് ചെയ്തതെന്നും അമിത്ഷാ ചോദിച്ചു. രാജ്യം ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ അഭിമാനത്തോടെ കണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കോൺഗ്രസ് പാർട്ടിയും ലാലുവും ഒക്കെ തന്നെ പാർലമെന്റിൽ എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഇപ്പോഴേ അംഗീകരിച്ചതിനാൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒഴികിഴവുകൾ പറഞ്ഞുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് വഴുതി മാറുകയാണ് എന്നും അമിത്ഷാ അഭിപ്രായപ്പെട്ടു. അതേസമയം വോട്ടർ ലിസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കിയെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു. ചില സംസ്ഥാനങ്ങളുടെ വോട്ടർ പട്ടിക സൈറ്റിൽ നിന്ന് കാണാതായെന്ന അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് പ്രതികരണം. വിഷയത്തിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതേസമയം കത്ത് നൽകിയിട്ടും കമ്മീഷൻ ഒഴിഞ്ഞു മാറുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.